നന്നായി ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഞാൻ ഇത്തിരി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഉള്ളി ചതച്ച് ഉള്ളിയും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മുളക് പൊടി ഇടാം. നമുക്ക് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ തിരുമാട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എല്ലാം നല്ലോണം ഉപ്പ് പൊടിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതാ തേങ്ങ അരച്ചിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് കൂടിയിട്ട് അരച്ച് അതായത് കല്ലുപ്പാണ് ഇട്ടത് കേട്ടോ. ഇതിൽ കല്ലുപ്പാണ്, മറ്റേതിൽ പൊടിയുപ്പ്. കറിയിലൊക്കെ ഞാൻ കല്ലുപ്പാണ് ഇടാറുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുടംപുളി ഇട്ടിട്ടുണ്ട്. കുടംപുളി ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. തേങ്ങ അരച്ചിട്ട് തേങ്ങ ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പീര വെക്കുകയല്ല കേട്ടോ, ഞാൻ സാധാരണ കറിയാണ് വെക്കുന്നത്. എന്നാലും അധികം അറിഞ്ഞിട്ടില്ല. പീരയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. കറി ഞാൻ ഒരുപാട് അരച്ചിട്ടില്ല. അപ്പം ഇനി നമുക്ക് കത്തിച്ചിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ വേളൂരിക്കുട്ടന്മാരങ്ങനെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി അത്ര ഇട്ടില്ല. അതുകൊണ്ട് മഞ്ഞ കളറ്. പിന്നെ കാശ്മീരി മുളക് പൊടി എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. ഇവിടെ ഉണ്ട്, ചിലപ്പോഴേ എടുക്കാറുള്ളൂ ഞാൻ കേട്ടോ. അതുകൊണ്ട് അതും ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല.